അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 6 തിങ്കളാഴ്ച. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടൻ MLA സമർപ്പിച്ച ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളി. CMRL എന്ന സ്വകാര്യ സ്ഥാപനത്തിന് ധാതുമണൽ ഖനനത്തിന് വഴിവിട്ട സഹായം നൽകിയതിന് പ്രതിഫലമായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി നൽകിയെന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ ആരോപണം. ഇതിൽ തെളിവുകൾ ഹാജരാക്കാൻ മാത്യു കുഴൽനാടനോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു. ചില രേഖകൾ കുഴൽനാടന്റെ അഭിഭാഷകൻ ഹാജരാക്കിയിരുന്നു. എന്നാൽ ഈ രേഖകളിലൊന്നും സർക്കാർ വഴിവിട്ട് സഹായം ചെയ്തതായി കണ്ടെത്താനായിട്ടില്ലെന്ന് വിജിലൻസും വാദിച്ചു. മാസപ്പടിയിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ നിയമപോരാട്ടം തുടരുമെന്ന് മാത്യു കുഴൽനാടൻ MLA. കോടതിയുടെ ഈ തീരുമാനം അപ്രതീക്ഷിതമെന്ന് അദ്ദേഹം പ്രതികരിച്ചു. ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ച ശേഷം വിശദമായി പ്രതികരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. കോടതി നേരിട്ട് അന്വേഷിക്കണമെന്നായിരുന്നു കുഴൽനാടന്റെ ആവശ്യം. CITU ഒഴികെയുള്ള സംഘടനകൾ പ്രതിഷേധിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഇന്നും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മുടങ്ങി. INTUCയും സ്വതന്ത്ര സംഘടനകളും സമരം തുടരുകയാണ്. തിരുവനന്തപുരം മുട്ടത്തറയിൽ ആരെയും ടെസ്റ്റിന് കയറ്റില്ലെന്നാണ് സമരക്കാർ MVD ഉദ്യോഗസ്ഥരെ അറിയിച്ചിരിക്കുന്നത്. കണ്ണൂർ തോട്ടടയിൽ സംയുക്ത സമിതിയുടെ ടെസ്റ്റ് ഗ്രൌണ്ടിൽ കിടന്നാണ് സമരക്കാർ പ്രതിഷേധിച്ചത്. എറണാകുളത്തും ഡ്രൈവിംഗ് സ്കൂളുകാർ ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിച്ചു. സംസ്ഥാനത്ത് പ്രതിദിന വൈദ്യുതി ഉപയോഗത്തിൽ നേരിയ കുറവ്. ഇന്നലത്തെ ആകെ ഉപയോഗം 103.28 ദശലക്ഷം യൂണിറ്റിലെത്തി. ശനിയാഴ്ച 112.52 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു ഉപയോഗം. മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണം ഉപയോഗം കുറയാൻ കാരണമായെന്നാണ് KSEBയുടെ വിലയിരുത്തൽ. KPCC അധ്യക്ഷ പദവി K. സുധാകരനെ തിരിച്ചു നൽകുന്നതിൽ പാർട്ടി നേതൃത്വത്തിൽ എതിർപ്പുണ്ടെന്ന് സൂചന. പുതിയ അധ്യക്ഷനെ കണ്ടെത്തും വരെ MM ഹസൻ തുടരട്ടെയെന്നാണ് പ്രധാന നേതാക്കളുടെ അഭിപ്രായം. AICC പറഞ്ഞാൽ സ്ഥാനം ഒഴിയുമെന്ന് ഹസൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും പ്രശ്നങ്ങളില്ലാതെ വിഷയം പരിഹരിക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. KPCC പ്രസിഡന്റായി K. സുധാകരൻ വന്നത് പാർട്ടിയിൽ മാറ്റങ്ങളൊന്നും കൊണ്ടുവന്നില്ലെന്നാണ് പൊതുവെയുള്ള വിമർശനം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയെ ശക്തിപ്പെടുത്തുമെന്നും കോൺഗ്രസിന് കേരളത്തിൽ എല്ലായിടത്തും സംഘടനാ ദൌർബല്യം ഉണ്ടെന്നും K. മുരളീധരൻ മുൻ അനുഭവം വെച്ച് പ്രവർത്തനം ശക്തമാക്കും. പത്മജ വേണുഗോപാൽ കോൺഗ്രസിന്റെ കാര്യം നോക്കേണ്ടെന്നും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂർ മാത്രമായി പ്രശ്നം ഇല്ലെന്നും സെമി കേഡറല്ല കോൺഗ്രസിന് വേണ്ടതെന്നും താഴേക്കിടയിലുള്ള പ്രവർത്തനമാണ് വേണ്ടതെന്നും മുരളീധരൻ പറഞ്ഞു. ഒപ്പം തൃശൂരിൽ UDFന് പരാജയഭീതി ഇല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. K. മുരളീധരനോട് തന്നെപ്പറ്റി ഒന്നും ചോദിക്കരുതെന്നും K. മുരളീധരനെപ്പറ്റി തന്നോടും ഒന്നും ചോദിക്കരുതെന്നും മാധ്യമങ്ങളോട് അപേക്ഷിക്കുകയാണെന്ന് BJP നേതാവും മുരളീധരന്റെ സഹോദരിയുമായ പത്മജ വേണുഗോപാൽ. ബന്ധങ്ങളെ രാഷ്ട്രീയമായി കാണുന്ന ഒരു വികാരജീവിയാണ് മുരളീധരനെന്നും ഒരു മറുപടിയും അർഹിക്കുന്നില്ലെന്നും പത്മജ പറഞ്ഞു. കോൺഗ്രസിന്റെ കാര്യം നോക്കേണ്ടെന്ന മുരളീധരന്റെ പരാമർശത്തോടാണ് പത്മജയുടെ പ്രതികരണം. റഹീമിനെ പോലെയുള്ളവരെ ചാവേറുകളായാണ് CPM ഉപയോഗിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി. CPM പ്രചരിപ്പിക്കുന്നത് ശക്തമായ ഇസ്ലാമോഫോബിയ ആണെന്നും വളരെ അപകടകരമാണ് കാര്യങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു. അപകടകരമായ വർഗീയത ഏറ്റെടുത്തിരിക്കുകയാണ് CPM എന്നും BJPക്കാർ ഇനി എന്ത് ചെയ്യും എന്നറിയാതെ പകച്ചു നിൽക്കുകയാണെന്നും അവരുടെ പണിയാണ് CPM ഇപ്പോൾ ചെയ്യുന്നതെന്നും KM ഷാജി ആരോപിച്ചു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. Celebrating 100 years of പുളിമൂട്ടിൽ സിൽക്സ്. നഴ്സിംഗ് പഠനം കഴിഞ്ഞാൽ 1 വർഷത്തെ നിർബന്ധിത പരിശീലനം വേണ്ടെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി.
നിർബന്ധിത പരിശീലനം വേണ്ടെന്ന കേരള സർക്കാർ തീരുമാനം സുപ്രീംകോടതി ശരിവച്ചു. സർക്കാർ തീരുമാനത്തെ ചോദ്യം ചെയ്തുള്ള സ്വകാര്യ ആശുപത്രികളുടെ ഹർജി സുപ്രീംകോടതി തള്ളി. 4 വർഷത്തെ പഠനത്തിനിടയിൽ 6 മാസം പരിശീലനം ലഭിക്കുന്നുണ്ടെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റും രജിസ്ട്രേഷനും പൂർത്തിയാക്കി ലൈസൻസിനും RC ബുക്കിനുമായി കാത്തിരിക്കുന്നത് 17 ലക്ഷത്തിലധികം ആളുകളുണ്ടെന്ന് റിപ്പോർട്ട്. സ്വകാര്യ കമ്പനിയായ ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസാണ് കാർഡുകൾ പ്രിന്റ് ചെയ്യുന്നത്. പ്രിന്റിംഗ് നിർത്തിയതോടെ കഴിഞ്ഞ ജൂലൈയിൽ സർക്കാർ കമ്പനിക്ക് 7.5 കോടി രൂപ നൽകി. പിന്നീട് പണം കൊടുക്കാതിരുന്നതോടെ കമ്പനി വീണ്ടും പ്രിന്റിംഗും നിർത്തി. ഒടുവിൽ ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് കുടിശ്ശികയുണ്ടായിരുന്ന പണം നൽകിയത്. അതിനുശേഷം പ്രിന്റിംഗ് തുടങ്ങിയെങ്കിലും നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിലെ അപേക്ഷകൾ കുന്നുകൂടി കിടക്കുകയാണ്. സ്വകാര്യ സന്ദർശനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബൈയിലേക്ക് യാത്ര തിരിച്ചു. ഇന്ന് പുലർച്ചെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നാണ് മുഖ്യമന്ത്രിയും കുടുംബാംഗങ്ങളും ദുബൈയിലേക്ക് പോയത്. ഇന്നലെയാണ് മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് കേന്ദ്രാനുമതി കിട്ടിയത്. മഴ പെയ്യാൻ പത്തനംതിട്ട സലഫി മസ്ജിദിൽ പ്രത്യേക പ്രാർത്ഥന. പള്ളിമുറ്റത്താണ് വിശ്വാസി സമൂഹം ഒത്തുകൂടിയത്. സമൂഹത്തിനാകെ ആശ്വാസമേകി മഴ പെയ്യട്ടെ എന്ന ആഗ്രഹത്തോടെയാണ് ഒത്തൊരുമിച്ചുള്ള പ്രാർത്ഥനയെന്ന് പള്ളി ഭാരവാഹികൾ പറഞ്ഞു. രാജ്യത്ത് ICSE സിലബസ് പ്രകാരമുള്ള 10ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. രാജ്യത്താകെ പരീക്ഷ എഴുതിയവരിൽ 99.47% വിദ്യാർത്ഥികളും 10ാം ക്ലാസ്സിൽ വിജയിച്ചു. 12ാം ക്ലാസ്സിലേക്ക് 98.19% രാജ്യത്തെ വിജയം. കേരളമടങ്ങുന്ന തെക്കൻ മേഖലയിൽ പരീക്ഷ എഴുതിയവരിൽ 99.95% പേരും 12ാം ക്ലാസ്സിൽ വിജയിച്ചു. കേരളത്തിൽ 10ാം ക്ലാസ്സിൽ 99.99% വിദ്യാർത്ഥികളും 12ാം ക്ലാസ്സിൽ 99.93% വിദ്യാർത്ഥികളും വിജയിച്ചു. വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയ്ക്കെതിരെ കടുത്ത പ്രതിഷേധവുമായി VC-മാരുടെ തുറന്ന കത്ത്. വൈസ് ചാൻസലർമാർ ഉൾപ്പെടെ 181 അക്കാഡമിക് പണ്ഡിതന്മാർ ഒപ്പിട്ട കത്ത് രാഹുൽ ഗാന്ധിക്ക് അയച്ചു. വൈസ് ചാൻസലർമാരുടേത് രാഷ്ട്രീയ നിയമനമാണെന്നും RSS പശ്ചാത്തലമുള്ളവരാണ് മിക്ക VC-മാരെന്നും രാഹുൽ വിമർശിച്ചതായി കത്തിൽ സൂചിപ്പിക്കുന്നു. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFE-യുടെ ഗാലക്സി ചിട്ടികൾ വരവായി. 100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി, ഇനി ആഘോഷ ചിട്ടി. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ സ്കൂളുകൾ തകർക്കുമെന്ന് ഭീഷണി സന്ദേശം. ദില്ലി പബ്ലിക് സ്കൂൾ, ആനന്ദ് നികേതൻ തുടങ്ങിയ സ്കൂളുകൾക്കും ബോംബ് ഭീഷണിയുള്ള ഇമെയിലുകൾ ലഭിച്ചതായും പോലീസ് പറയുന്നു. സംഭവത്തെ തുടർന്ന് പോലീസ് സംഘം നഗരത്തിലെ വിവിധ സ്കൂളുകളിൽ പരിശോധന നടത്തിവരികയാണ്. BJP ദേശീയാധ്യക്ഷൻ JP നഡ്ഡയ്ക്കും കർണാടക BJP അധ്യക്ഷൻ വിജയേന്ദ്രയ്ക്കും IT സെൽ മേധാവി അമിത് മാളവ്യയ്ക്കുമെതിരെ കർണാടകയിൽ കേസ്. കർണാടക BJP എക്സ് ഹാൻഡിലിൽ മുസ്ലിം വിഭാഗത്തിനെതിരെ പങ്കുവച്ച വിദ്വേഷ വീഡിയോയുമായി ബന്ധപ്പെട്ട പരാതിയിലാണ് മതവികാരം വ്രണപ്പെടുത്തി മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചു എന്നീ വകുപ്പുകൾ ചുമത്തി കർണാടക പോലീസ് കേസെടുത്തത്. NDA സർക്കാർ വീണ്ടും അധികാരത്തിലേറിയാൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നയം നടപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ്. ഇക്കാര്യത്തിൽ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും നയം നടപ്പാക്കുന്നത് ധാരാളം സമയം ലാഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജാർഖണ്ഡിൽ മന്ത്രി ആലംഗീർ ആലമിന്റെ സഹായിയുടെ വീട്ടിലെ ED റെയ്ഡിൽ 25 കോടി രൂപ പിടികൂടി. തദ്ദേശ വികസന വകുപ്പിലെ അഴിമതി കേസിലാണ് പരിശോധന. റാഞ്ചിയിൽ 9 സ്ഥലങ്ങളിലാണ് അന്വേഷണ ഏജൻസി ഒരേ സമയം റെയ്ഡ് നടത്തിയത്. അമേഠിയിലുള്ള കോൺഗ്രസ് പാർട്ടി ഓഫീസ് അജ്ഞാതർ ആക്രമിച്ചതായി റിപ്പോർട്ട്. ഞായറാഴ്ച അർദ്ധരാത്രിയോടെയുണ്ടായ ആക്രമണത്തിൽ ഓഫീസിന് പുറത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ അക്രമികൾ അടിച്ചു തകർത്ത ശേഷം കടന്നുകളഞ്ഞു. BJP പ്രവർത്തകരാണ് ഓഫീസ് ആക്രമിച്ചതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. എന്നാൽ സംഭവത്തിൽ പ്രതികളെ ആരെയും പിടികൂടിയിട്ടില്ല. സംഭവത്തെ തുടർന്ന് കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർ സ്ഥലത്ത് പ്രതിഷേധിച്ചു. സ്ഥലത്ത് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. പാക് അധിനിവേശ കശ്മീർ ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുമെന്ന കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവനയ്ക്ക് വിവാദപരമായ പ്രതികരണവുമായി നാഷണൽ കോൺഫറൻസ് നേതാവ് ഫാറൂഖ് അബ്ദുള്ള. പാകിസ്ഥാനും വളയണിയുന്നില്ലെന്ന കാര്യം ഓർമ്മിക്കുന്നത് നന്നെന്നും അവരുടെ പക്കലും അണുബോംബുകളുണ്ടെന്നും നിർഭാഗ്യവശാൽ അവ ഞങ്ങളുടെ മേൽ പതിക്കുമെന്നും ഫാറൂഖ് അബ്ദുള്ള പറഞ്ഞു.
ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.